മലേഷ്യയിൽ ഫ്ലൈറ്റ് ഇറങ്ങി റൂമിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പുള്ള സമയം കൊണ്ട് ഞങ്ങൾ കണ്ടു തീർത്ത സ്ഥലങ്ങളും അതിന് വേണ്ടി വന്ന ചെലവും അത് നിങ്ങൾക്കും എങ്ങനെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാം എന്നതിനെ പറ്റി പറയുന്നൊരു കംപ്ലീറ്റ് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലഗേജസ് എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ പോകാൻ റെഡിയായി. നമ്മൾ ഇവിടുന്ന് നമ്മുടെ കാറിൽ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് എയർപോർട്ടിൽ പാർക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എയർപോർട്ടിൽ പാർക്ക് ചെയ്യാനാണെങ്കിൽ ഒരു ദിവസത്തേക്ക് 250 രൂപയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം 2500 രൂപ വരും ഞങ്ങൾക്ക്. പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ ടാക്സി എടുത്ത് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ട്രെയിനിൽ പോവുകയാണെങ്കിലൊക്കെ ഈ റേറ്റ് ഇത് വരും. പിന്നെ ട്രെയിനൊക്കെ ആണെങ്കിൽ റേറ്റ് കുറച്ച് കുറവാണെങ്കിലും പാരൻസും എല്ലാം പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ലഗേജ് എല്ലാം കൊണ്ട് നടക്കാൻ. അതുകൊണ്ട് കാറിൽ തന്നെ പോയിട്ട് അവിടെ പാർക്ക് ചെയ്യാമെന്നാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത്. കൊച്ചിൻ എയർപോർട്ടിലെത്തി. അത്യാവശ്യം സേഫായിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്തു. ഇനി 10 ദിവസം കാർ ഇവിടെ കിടക്കും. സമയം 11 മണി കഴിഞ്ഞു. ഞങ്ങളുടെ ബോർഡിങ്ങിന് ടൈമായിട്ടുണ്ട്. എല്ലാവരുടെയും ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണിത്. ഞാനിതിനു മുമ്പൊന്ന് തായ്ലൻഡ് പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണിത്. 4 മണിക്കൂറാണ് അങ്ങോട്ട് വരുന്നത്. അവിടുത്തെ സമയം ഏകദേശം രാവിലെ 6 മണിയാവുമ്പോൾ നമ്മളവിടെ എത്തും. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇമിഗ്രേഷനെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഞങ്ങളൊരു 6-6:30 ആകുമ്പോഴേക്ക് കൊലാലംപൂർ എയർപോർട്ടിൻ്റെ പുറത്തെത്തിയിരുന്നു. ഇമിഗ്രേഷനിൽ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റും അതുപോലെ ഹോട്ടൽ ബുക്കിങ്ങും വിസയും മാത്രമേ അവർ നോക്കിയിട്ടുള്ളൂ. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഞങ്ങളുടെ ഡിന്നർ മീൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിന്നർ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് അവരോട് പറഞ്ഞപ്പോൾ അവർ ലാൻഡ് ചെയ്യുമ്പോൾ അത് പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്നു. ഞങ്ങളത് എയർപോർട്ടിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത് കഴിക്കുകയാണ് ചെയ്തത്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയ അവസാനം. കാരണം എയർപോർട്ടിൽ ഒന്നും നല്ല എക്സ്പെൻസീവും ആയിരിക്കും. പിന്നെ അവിടെ ആ ഒരു സമയത്ത് കാര്യമായ ഫുഡൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അതേതായാലും നല്ലൊരു സേവിങ് ആണ്. ഞങ്ങൾ ബുക്ക് ചെയ്ത എയർബിഎൻബിയുടെ ചെക്ക് ഇൻ ടൈം വരുന്നത് 3 മണിക്കാണ്. ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് കൊലാലംപൂരിലേക്ക് ഏകദേശം 40-45 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള അവിടുത്തെ മെയിൻ സിറ്റിയായ പുത്രജയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മലേഷ്യൻ ഡയറീസിലെ ഒരു അരുൺ ബ്രോയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരുൺ ബ്രോയാണ് ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് കൊലാലംപൂരിലേക്കുള്ള ഈ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നത്. ഇപ്പം നമ്മൾ നോർമലി ഒരു ഊബറോ അല്ലെങ്കിൽ എയർപോർട്ട് ടാക്സിയോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ലഗേജ് എല്ലാം കാറിലായിരിക്കും. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അരുൺ ബ്രോയോട് ഈ ഒരു കാർ അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് കാറിൽ നമ്മുടെ ലഗേജസ് എല്ലാം വെച്ച് പുത്രജയ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ സമയമുണ്ടെങ്കിൽ കൊലാലംപൂരിൽ എത്തിയിട്ടും അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കാണാമെന്ന് കരുതി. 3 മണിയാകുമ്പോഴെന്തായാലും നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും സമയം നമ്മുടെ മുന്നിലുണ്ട്. നോർമലി അവിടുത്തെ എല്ലാ ഹോട്ടലുകളുടെയും ചെക്ക് ഇൻ ടൈം വരുന്നത് 3 മണിയാണ്. അതുകൊണ്ട് നമ്മൾ മിക്കവാറും എയർലി ചെക്ക് ഇൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ദിവസം എക്സ്ട്രാ ആയിട്ട് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു പൈസ എല്ലാം നമുക്ക് സേവ് ചെയ്യാം ഇതുകൊണ്ട്. കൂടെ നമുക്ക് ഈ ഒരു പുത്രജയ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ചാൻസും കിട്ടും. നമ്മൾ വേറെ അഡീഷണൽ അതിനു വേണ്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ട കാര്യവുമില്ല. പോകുന്ന വഴിക്ക് ഫസ്റ്റ് ഇങ്ങനെ നല്ലൊരു ബ്രിഡ്ജ് കണ്ടു. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അടുത്തൊന്ന് നിർത്തി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാമെന്ന് കരുതി ഞങ്ങളൊന്ന് ഇവിടെ നിർത്തി. മലേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റി കൊലാലംപൂരാണെങ്കിലും അവിടുത്തെ ഓവർ ക്രൗഡ് കാരണം 99-ൽ അവരുടെ കംപ്ലീറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസും പുത്രജയയിലേക്ക് മാറുകയായിരുന്നു. മലേഷ്യയുടെ പ്രധാനപ്പെട്ട എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും അവിടുത്തെ മന്ത്രിമാരും എല്ലാം ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന് താഴെ വരുന്ന ഈ കുറച്ച് സ്റ്റേ ഓപ്ഷൻസുകളുണ്ട്. ഇവിടെയാണ് ഇവിടുത്തെ മന്ത്രിമാരെല്ലാം താമസിക്കുന്നത് എന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. ഇതിൽ നിന്ന് നോക്കിയാൽ അവിടെ ദൂരെ ഒരു നല്ലൊരു പിങ്ക് മോസ്ക് കാണാം. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ ദൂരെ കാണുന്നത് ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്ന ആ പിങ്ക് മോസ്കും വരുന്നത്. ഇവിടെ പുത്രജയിൽ വരുന്ന എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഞങ്ങളിവിടെ നിന്ന് 2 ഫോട്ടോ എല്ലാം എടുത്തു. ഇനി നമുക്ക് മോസ്കിലേക്ക് ഒന്ന് പോവാം. ഇവിടെ മോസ്കിനകത്തേക്ക് കയറാൻ പ്രത്യേകിച്ച് അഡീഷണൽ ചാർജസും കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ സ്ത്രീകൾക്ക് ഇവിടെ ഒരു ഡ്രസ്സ് തരും. അത് ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ. അതുപോലെ ഇപ്പോൾ പ്രാർത്ഥനകൾ നടക്കുന്ന ഒരു മോസ്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്കൊന്നും ഒരുപാട് കയറാൻ പറ്റില്ല. നമുക്കൊരു ഇത് വെച്ചിട്ടുണ്ട് അവിടെ. അതിന് പുറത്തേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഏകദേശം 15,000-ഓളം പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ തന്നെ ഏറ്റവും വലിയ മോസ്കാണിത്. പുത്ര മോസ്ക് എന്നാണ് ഇതിൻ്റെ പേര്. പുത്രജയിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത് ഇപ്പം നമ്മൾ ഈ കണ്ട ഈ ഒരു പുത്ര മോസ്കും പിന്നെ നേരത്തെ കണ്ട ലേക്ക്, അതുപോലെ 1-2 ഗാർഡൻസ് എല്ലാമാണ്.
പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ബിൽഡിങ്ങുകളാണ്. ഇവിടെയുള്ള ഓരോ പ്രധാനപ്പെട്ട ബിൽഡിങ്ങും വളരെ വ്യത്യസ്തമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്തതാണ്. ഇവിടെ ഞങ്ങൾ വന്ന സമയം ഏകദേശം ഒരു 11 മണി ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഗാർഡനിലേക്കൊന്നും ഇറങ്ങാൻ നിന്നില്ല. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയം ഒന്ന് ഞങ്ങൾ ഈ ചെയ്യുന്ന പോലെ പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കൊലാലംപൂരിലേക്ക് തിരിച്ച് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തുന്ന രീതിയിൽ വരാം. അങ്ങനെയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ നിങ്ങൾക്ക് ലേക്കിലും മോസ്കിലെല്ലാം ടൈം സ്പെൻഡ് ചെയ്യാം, ഈവനിങ് ടൈം. അതിനുശേഷം ഒരു 7 മണിയാകുമ്പോഴേക്ക് എയർപോർട്ടിലെത്താം. പിന്നെ രാത്രി 10 മണിയാകുമ്പോഴേക്കായിരിക്കും ഫ്ലൈറ്റ് വരുന്നുണ്ടാവുക. ഇതൊരു മാൻമെയ്ഡ് ലേക്കാണ്. 2002 ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. വൈകുന്നേര സമയങ്ങളിൽ വരികയാണെന്ന് വെച്ചാൽ ഇവിടെ മിക്കവാറും ലൈറ്റ് ഷോസൊക്കെ ഉണ്ടാവാറുണ്ട്. പുത്രജയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഇനി നേരെ കോലാലംപൂരിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട 1-2 ടൂറിസ്റ്റ് സ്പോട്ടുകളോട് കണ്ട് ഒരു 3 മണിയാകുമ്പോഴേക്ക് ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താനാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു 12 മണിയോടെ ഞങ്ങൾ കൊലാലംപൂർ എത്തി. ഇവിടെ ഞങ്ങൾ ആദ്യം പോയത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചൈനീസ് ടെമ്പിളായ തേൻഹൂട്ട് ടെമ്പിളിലേക്കാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ടെമ്പിളാണ് കേട്ടോ ഇത്. കൊല്ലാലംപൂർ വരുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. നമുക്കൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയൊക്കെ സുഖമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയത് അവിടുത്തെ ലിറ്റിൽ ഇന്ത്യയിലേക്കാണ്. ഒരുപാട് ഇന്ത്യൻ ഷോപ്പുകളും പ്രത്യേകിച്ച് തമിഴ് റെസ്റ്റോറൻറ്റുകളെല്ലാം ഉള്ള ഒരു സ്ഥലമാണിത്. അവിടുത്തെ ഒരു തമിഴ് ഹോട്ടലിൽ പോയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അത്യാവശ്യം നല്ല കത്തി റേറ്റ് ആയിരുന്നു. ഫുഡ് അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ നാഷണൽ പാലസിലേക്കാണ്. ഇവിടെയാണ് ഇവിടുത്തെ രാജാവ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് അകത്തേക്കൊന്നും എൻട്രൻസ് ഇല്ല. ഇവിടെ പുറത്ത് നിന്ന് കാണാനേ നമുക്ക് പറ്റുള്ളൂ. ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അകത്തേക്ക് പബ്ലിക്കിനുള്ള എൻട്രൻസ്. ഞങ്ങളിവിടെ കുറച്ച് നേരം പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് തിരിച്ച് അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ നാഷണൽ മോണ്യുമെൻറ്റിലേക്കാണ്. 1948 മുതൽ 60 വരെ നടന്ന മലേഷ്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണിത്. ഇവിടെ നിന്ന് നേരെ ഞങ്ങളതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഫ്രീഡം സ്ക്വയറിലേക്കും അത് കഴിഞ്ഞിട്ട് നാഷണൽ മ്യൂസിയത്തിലേക്കാണ് പോയത്. ഇന്നിപ്പോൾ നമ്മൾ ഈ പോയ സ്ഥലങ്ങളിൽ നാഷണൽ മ്യൂസിയത്തിൽ മാത്രമേ ഉള്ളൂ എൻട്രൻസ് ഫീ കൊടുക്കേണ്ടി വന്നത്. അതത്ര നന്നായിട്ട് തോന്നിയില്ല. അവിടെ എനിക്കത്ര ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. അത് താല്പര്യമുള്ളവർക്ക് പോവാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാണ് നല്ലത്. വെറുതെ ആ ഒരു സമയം കളയേണ്ട കാര്യമില്ല. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല മഴ കിട്ടി. ഇതാണ് മലേഷ്യയുടെ ഒരു പ്രത്യേകത. എപ്പോഴാണ് മഴ പെയ്യുക എപ്പോഴാണ് വെയിലാവുമെന്നും അറിയില്ല. ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് മഴ പെയ്തിട്ടുള്ളത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുടയൊക്കെ കയ്യിൽ വെക്കുക. വെയിലാണെങ്കിൽ നല്ല ചൂടായിരിക്കും. പെട്ടെന്ന് തന്നെ മഴയും വരാൻ ചാൻസ് ഉണ്ട്.
ഇപ്പോൾ സമയം ഏകദേശം 4 മണി ആവാറായിട്ടുണ്ട്. നമ്മുടെ പ്ലാന് പ്രകാരം 2 മണിയൊക്കെ ആയിരുന്നു ഇവർ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഡ്രൈവർ നല്ല കോഓപ്പറേറ്റീവ് ആയിരുന്നു. എവിടെയും ധൃതി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ സമയം എടുത്തിട്ട് തന്നെ ഞങ്ങളെല്ലാം കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡേ ട്രിപ്പ് വേണമെങ്കിൽ അരുൺ ബ്രോയായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഏകദേശം 400 റിങ്കറ്റാണ് ഇതിന് വന്നിട്ടുള്ളത്. നോർമൽ ജസ്റ്റ് ഒരു ടാക്സി മാത്രം എടുത്ത് പോരുകയാണെങ്കിൽ 75-80 റിങ്കറ്റാണ് വരുന്നുണ്ടാവുക. ഇതിപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ കാണുകയും അതുപോലെ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഞങ്ങളുടെ റൂമും അതുപോലെ നാളെ ഞങ്ങൾ പെട്രോണാസ് ടവർ എല്ലാം വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.